കൂട്ടക്കൊലയുടെ ദാരുണ വാർത്തയാണ് ഓസ്ട്രിയയിൽ നിന്ന് വരുന്നത്. ഓസ്ട്രിയയിലെ ഗ്രാസിലെ ഒരു ഹൈസ്കൂളിലാണ് വെടിവയ്പ് നടന്നത്. വെടിവയ്പിൽ 10 പേരാണ് മരിച്ചത്. വിദ്യാർത്ഥിയാണ് വെടിവയ്പ് നടത്തിയത്. കൊല്ലപ്പെട്ടവരിൽ 9 പേർ വിദ്യാർത്ഥികളാണ്. കൊലപ്പെടുത്തിയ ശേഷം വിദ്യാർത്ഥി ജീവനൊടുക്കിയെന്നും ഓസ്ട്രിയൻ പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വെടിവയ്പ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പ്രത്യേകമായി പരിശീലനം ലഭിച്ച കോബ്ര യൂണിറ്റുകൾ, ഓസ്ട്രിയയുടെ സ്വാറ്റ് ടീം, ഒരു പോലീസ് ഹെലികോപ്റ്റർ എന്നിവയുൾപ്പെടെയുള്ള സംഘം കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് കുതിച്ചെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം യൂറോപ്പിൽ നടന്ന ഏറ്റവും ദാരുണമായ സ്കൂൾ വെടിവയ്പ്പാണിത്. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്ത്യൻ സ്റ്റോക്കർ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തി. ഗ്രാസിലെ ഒരു സ്കൂളിൽ നടന്ന വെടിവയ്പ് നമ്മുടെ രാജ്യത്തെ മുഴുവൻ വല്ലാതെ പിടിച്ചുലച്ച ഒരു ദേശീയ ദുരന്തമാണ്, ചാൻസലർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. സ്റ്റോക്കറും ആഭ്യന്തരമന്ത്രിയും ഗ്രാസിലേക്ക് എത്തിയിട്ടുണ്ട്. വെടിവയ്പ്പിന് പിന്നിൽ ഒരു വിദ്യാർത്ഥിയാണെന്ന് പോലീസിനെ ഉദ്ധരിച്ച് ഓസ്ട്രിയൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ ORF പറഞ്ഞു. അക്രമി സ്വയം ജീവനൊടുക്കിയെന്നും ഒറ്റയ്ക്കാണ് ആക്രമണം നടത്തിയതെന്നും പോലീസ് അറിയിച്ചതായി പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പറഞ്ഞു. വിയന്ന കഴിഞ്ഞാൽ ഓസ്ട്രിയയിലെ 2ാമത്തെ വലിയ നഗരമാണ് ഗ്രാസ്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു പട്ടണമാണിത്. ഒരു ദശാബ്ദം മുമ്പ് ഇവിടെ ഒരു വലിയ കൂട്ടക്കൊല ഉണ്ടായിട്ടുണ്ട്. നഗരത്തിലെ തെരുവുകളിലെ ജനക്കൂട്ടത്തിലേക്ക് ഒരു കാർ ഓടിച്ചു കയറ്റുകയും തുടർന്ന് കത്തി ഉപയോഗിച്ച് കാണികളെ ആക്രമിക്കുകയും ചെയ്തു. സംഭവത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചൊവ്വാഴ്ചത്തെ ആക്രമണത്തിൽ നഗരത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ളൊരു ഹൈസ്കൂളിലാണ് പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെ വെടിവയ്പ് നടന്നതെന്ന് പോലീസ് അറിയിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് സ്കൂൾ ഒഴിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സുരക്ഷിതമായി ഒത്തുചേരാനുള്ളൊരു സൗകര്യം 1 മൈൽ അകലെയുള്ള സ്റ്റേഡിയത്തിൽ ഒരുക്കിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി പോലീസ് വക്താവ് ഫ്രിറ്റ്സ് ഗ്രഡ്നിക് പറഞ്ഞു. സ്കൂൾ ഒഴിപ്പിച്ചതായും എല്ലാവരെയും സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയതായും അധികൃതർ പറഞ്ഞു. സ്കൂളിലെ സ്ഥിതി സുരക്ഷിതമാണ്, ഇനി അപകടമില്ലെന്ന് കരുതുന്നതായും അധികൃതർ അറിയിച്ചു.